സ്വാഗതം. ഇന്നു മുതൽ നാം ഒരു അന്വേഷണ യാത്ര ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ അഗാധമായ വേരുകൾ ആഴ്ത്തിയിട്ടുള്ള ഐതിഹാസിക ജീവിതങ്ങളിലൂടെ കടന്നു ചെന്ന് അവരുടെ ഇന്നത്തെ തലമുറയെ നമുക്ക് അടുത്തറിയാൻ ശ്രമിക്കാം. സ്വാതി തിരുനാൾ തിരുമനസിൻ്റെ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ തലമുറയിലേക്കാണ് നമ്മുടെ യാത്ര. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മൗലികമായ ഒരിടം തീർക്കാൻ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ തിരുമനസിന് സാധിച്ചിട്ടുണ്ട്. കേവലം 32 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ആ മഹത് വ്യക്തിയുടെ ഉന്നതമായ ജീവിതത്തെ നമുക്കൊന്ന് അടുത്തു ചെന്ന് കണ്ടറിയാൻ ശ്രമിക്കാം. 1813 ഏപ്രിൽ 16, കൊല്ലവർഷം 988, മേടം 6. കൊട്ടാരക്കെട്ടുകൾക്കുള്ളിൽ ഒരു കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ. ചങ്ങനാശ്ശേരി രാജരാജവർമ്മക്കോയി തമ്പുരാന്റെയും തിരുവിതാംകൂർ മഹാറാണി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെയും മകനായി സ്വാതി തിരുനാൾ ജനിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊട്ടാരത്തിൽ ഒരാൺകുഞ്ഞിനു വേണ്ടി തൊട്ടിൽ കെട്ടി ഇരയിമ്മൻ തമ്പി രാജകുമാരനു വേണ്ടി താരാട്ടുപാടി. തിരുവിതാംകൂറിലെങ്ങും രാജകുമാരന്റെ പിറവി സന്തോഷം പരത്തി. ചോതി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇദ്ദേഹം സ്വാതി തിരുനാൾ എന്നറിയപ്പെട്ടത്. ഇദ്ദേഹം ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മ റാണി ഗൗരി ലക്ഷ്മിഭായി അദ്ദേഹത്തെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു. സ്വാതി തിരുനാളിന് 2 വയസ്സ് തികയും മുൻപേ 1814 അമ്മ ഗൗരി ലക്ഷ്മിഭായി നാടുനീങ്ങി. തമ്പുരാട്ടിയുടെ സഹോദരിയായ ഗൗരി പാർവതിഭായി സ്വാതി തിരുനാളിന് പകരമായി രാജ്യഭരണം ഏറ്റെടുത്തു. സ്വാതി തിരുനാളിന് 7 വയസ്സായപ്പോൾ വിദ്യാഭ്യാസം ആരംഭിച്ചു. മലയാളവും സംസ്കൃതവും പഠിച്ചുകൊണ്ടാണ് തുടക്കം. തുടർന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, പേർഷ്യൻ, മറാഠി, തുളു, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. പഠിപ്പിക്കാൻ നിയോഗിച്ചത് ഹരിപ്പാട് കിഴക്കേടത്ത് കൊച്ചുപിള്ള വാര്യർ എന്ന പണ്ഡിതനെയായിരുന്നു. സംഗീതകലയിലും അദ്ദേഹം ആഴത്തിൽ പഠനങ്ങൾ നടത്തി. പ്രധാനമായും കരമന സുബ്രഹ്മണ്യ ഭാഗവതരുടെ ശിഷ്യത്വത്തിലായിരുന്നു സംഗീത പഠനം. ഭാരതത്തിലെ പ്രഗത്ഭരായ ഗായകരും സംഗീത വിദ്വാൻമാരും രാജസദസ്സിൽ വന്ന് സ്വാതിയുടെ സംഗീതവാസന പുഷ്ടിപ്പെടുത്തി. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ സംഗീത സദസ്സുകൾ ഒഴിഞ്ഞ സായാഹ്നം വളരെ കുറവാണെന്ന് തന്നെ പറയാം. സ്വാതി തിരുനാൾ എന്ന സംഗീത ചക്രവർത്തിയുടെ സ്വാധീനം അത്രത്തോളം ഇവിടുത്തെ സംസ്കാരവുമായി ലയിച്ചു ചേർന്നതാവാം ഇതിനൊരു കാരണം. ഈ സംസ്കാരത്തിലെ ഏറ്റവും പുതിയ തലമുറയെ നമുക്ക് അടുത്തറിയാം. സ്വാതി തിരുനാൾ തിരുമനസിൻ്റെ സംഗീതത്തിനെ കുറിച്ചുള്ള ചെറിയൊരു അന്വേഷണം അതിനായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആലാപന രീതി, രചനാശൈലി, സംഗീതകാരൻ എന്നീ നിലകളിലുള്ള പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ കർണാടക സംഗീതത്തെക്കുറിച്ച് ആദ്യം നമ്മൾ ഓർക്കുന്ന പേര് ത്യാഗരാജസ്വാമിയാണ്. ത്യാഗരാജൻ, ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, ഈ 3 പേരുടെ പേരുകൾ ഇമ്മീഡിയറ്റ്ലി ത്രിമൂർത്തികളെന്ന് പറഞ്ഞ് ഓർക്കും. അതിനുശേഷവും ഇപ്പോൾ 200 വർഷം ആവാറായി ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട്. അവരുടെ സമകാലീനരായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ വരെ പല ആൾക്കാരും കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പോസിഷൻസ് ജനിക്കുന്നുണ്ടെങ്കിലും കോമ്പോസിഷൻസ് ഒന്നും ജീവിക്കുന്നില്ല. ചില വാഗ്ഗേയകാരന്മാരുടെ കോമ്പോസിഷൻസ് ഇപ്പോഴും പാടപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരുടെ കോമ്പോസിഷൻസാണ് കൂടുതലും ഇപ്പോഴും കോൺസേർട്സിന് നമ്മൾ പാടി വരുന്നത്. അപ്പോൾ അതിൽ ബാക്കി എല്ലാ കമ്പോസേഴ്സ് അപ്പോഴും ഇപ്പോഴും ഉള്ളതെന്ന് മഹാരാജാവിൻ്റെ വ്യത്യാസം ഈ ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ ഒരേ ഒരു മനുഷ്യൻ സ്വാതി തിരുനാൾ മഹാരാജാവാണ്. കാരണം പല രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു ക്ലാസിക്കൽ മ്യൂസിക് കാണൂല, ക്ലാസിക്കൽ മ്യൂസിക് ട്രഡീഷൻ കാണൂല.
ഈ ഇന്ത്യയിൽ ഒന്നല്ല 2 ട്രഡീഷനുണ്ട്, ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും. അത് ഒരേ അച്ഛൻ്റെ അമ്മയുടെയും 2 കുട്ടികളെ മാതിരി സിമിലറുമാണ്, എങ്കിലും വ്യത്യാസമാണ്. അപ്പോൾ ഈ 2 സിസ്റ്റവും കൂടെ ഒരു മീറ്റിംഗ് പോയിന്റ്, ഒരു സമന്വയം വന്നിട്ടുള്ളത് സ്വാതി തിരുനാൾ മഹാരാജാവ് മാത്രമേ ഉള്ളൂ ഇപ്പോഴും. ഇത്തരം ഒരു പ്രത്യേകത പറയുമ്പോഴും ഏകദേശം മലയാളം, സംസ്കൃതം, ഹിന്ദി ഉൾപ്പെടെ 250ഓളം കൃതികൾ അദ്ദേഹത്തിനായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എങ്കിലും വേദികളിലധികവും മുത്തുസ്വാമി ദീക്ഷിതരുടെയോ ശ്യാമശാസ്ത്രികളുടെയോ കൃതികളുടെ ആലാപനം പോലും ഇദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുള്ള വേദികൾ അത്രത്തോളം പ്രാമുഖ്യത്തോടു കൂടി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? സത്യമാണ്. അതിന് 2-3 കാരണങ്ങൾ. ഏറ്റവും പ്രധാന കാര്യം, ഇപ്പോൾ ത്യാഗരാജസ്വാമി ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്ത് ത്യാഗരാജ കൃതികൾ പാടിക്കൊണ്ട് നടന്നിട്ടില്ല. ഒന്ന്, അദ്ദേഹം ഒരു 80-85 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോൾ ഈ കർണാട്ടിക് മ്യൂസിക് അല്ല, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മർമ്മശാസ്ത്രം, ആയുർവേദം, കർണാടക സംഗീതം, ഇതിനൊക്കെ ഈ ഗുരു ശിഷ്യ പരമ്പര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്വാതി തിരുനാൾ മഹാരാജാവ് ഒന്നാമത് 35-36 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. രണ്ടാമത് അദ്ദേഹം ഒരു രാജ്യം ഭരിക്കുന്ന മഹാരാജാവായിരുന്നു. മൂന്നാമത് ബ്രിട്ടീഷുകാരുടെ ശല്യം ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേറെ പല പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് ബാക്കി കമ്പോസേഴ്സിനെ മാതിരി ഒരു ആശ്രമത്തിൽ ജീവിച്ച് 10-20 ശിഷ്യന്മാർ ഉണ്ടായി. അവരുടെ 20 ശിഷ്യന്മാർ വെച്ച് അങ്ങനെ ആ നെറ്റ്വർക്ക് ചെയ്ത് കോമ്പോസിഷൻസ് ഈ ഓറൽ ട്രഡീഷനിൽ പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ വലിയൊരു കഷ്ടം സംഭവിച്ചത് ഇവിടെ മുല്ലമൂട് ഭാഗവതന്മാർ, പത്മനാഭസ്വാമി അമ്പലത്തിലെ നാദസ്വരക്കാർ, ഈ പഴയ റോയൽ ഫാമിലീസ്, തമ്പുരാക്കന്മാർ, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ സംഗീതം പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ കോമ്പോസിഷൻസിൻ്റെ സാഹിത്യം മാത്രമാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് 20th സെഞ്ച്വറിയിൽ പല തമിഴ്നാട്ടിൽ നിന്നുള്ള മ്യൂസീഷ്യൻസും അവരുടെ കഴിവനുസരിച്ച് ഈ സാഹിത്യത്തിന് പിന്നെ സംഗീതം കൊടുത്ത് ട്യൂൺ ചെയ്യുക. അപ്പോൾ ത്യാഗരാജ കൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് ത്യാഗരാജസ്വാമി കൊടുത്ത ട്യൂൺ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഈ ഓരോ ശിഷ്യ പരമ്പര, ഓരോ ലൈനിൽ ഒരു ശിഷ്യന് വളരെ സ്പീഡിൽ പാടാൻ കഴിവുള്ള ആളാണെങ്കിൽ അയാൾ കുറച്ച് ഫാസ്റ്റ് സംഗതികൾ എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പോൾ അവർ പറയും ഇതാണ് എൻ്റെ ഒറിജിനൽ പോലെ കുറച്ച് വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഒരു മോർ ഓർ ലെസ് ഒരു ഇന്ന രാഗമാണ് ത്യാഗരാജസ്വാമി കമ്പോസ് ചെയ്തതെന്നുള്ളതെങ്കിലും നമുക്കറിയാം. പക്ഷേ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കേസിൽ ഒരുപാട് പുരന്ദരദാസൻ, അന്നമാചാര്യ, നാരായണ തീർത്ഥർ, ഭദ്രാചല രാമദാസ്, സദാശിവ ബ്രഹ്മേന്ദ്ര, ഇതുമാതിരി ഒരുപാട് വാഗ്ഗേയകാരന്മാർക്ക് പറ്റിയൊരു വളരെ സങ്കടമുള്ള കാര്യം ഈ അതിൻ്റെ ഒറിജിനൽ മ്യൂസിക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് സാഹിത്യപ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിത്വത്തിനും ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ലൈഫ് നമ്മൾ ആലോചിച്ചു. ഒരു ഇത്രയും ഭാഷകൾ, മലയാളം, തെലുഗു, കന്നഡ, ഇംഗ്ലീഷ്, പേർഷ്യൻ, ഹിന്ദി, ബ്രിജ് ഭാഷ, ഇത്രയും ഭാഷകൾ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസിന് ഒരുപാട് ശൃംഗാര പദങ്ങളുണ്ട്. ഡാൻസിന് പറ്റിയതായ കോമ്പോസിഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരുന്നിരിക്കും കമ്പോസ് ചെയ്തേ എന്ന് ആലോചിച്ച് അതിന് മ്യൂസിക് കൊടുക്കാതെ ജസ്റ്റ് ഒരു കല്യാണ രാഗം, ഒരു ശങ്കരാഭരണ രാഗത്തിൽ അത് ഒന്ന് ട്യൂൺ ചെയ്ത പല കോമ്പോസിഷൻസ്. അപ്പോൾ അതിൻ്റെ ആ ഒറിജിനൽ മഹാരാജാവിൻ്റെ സ്പിരിറ്റ്, ഇപ്പോൾ ഒരു രാജാ രവിവർമ്മ വരച്ച പടം എങ്ങനെ ഇരിക്കുന്നു, ആ അദ്ദേഹം വരച്ച പടം തന്നെ നമുക്ക് കാണാം. പക്ഷെ ഇത് എങ്ങനെയാണ് അദ്ദേഹം പാടിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കാതെ അതിനകത്ത് വന്ന് അതാണ് ഒരു മെയിനായിട്ടുള്ള. നേരത്തെ പറഞ്ഞതുപോലെ സംഗീതത്തിലെ ഒട്ടേറെ പ്രത്യേകമായ സവിശേഷതകൾ മറ്റുള്ളവർക്ക് തൻ്റെ സംഗീത സഭയിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതായത് നട്ടുവും വടിവേലി പോലെയുള്ള പ്രശസ്തരായ സംഗീതജ്ഞരെയും അന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത സാരംഗി പോലുള്ള ഉത്തരേന്ത്യൻ സംഗീതോപകരണങ്ങളെയും എല്ലാം തൻ്റെ സംഗീത സഭയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കാണിച്ചു. ആ ഒരു സവിശേഷതകളെ കുറിച്ച് പറയാമോ? അദ്ദേഹം വളരെ ഒരു മോഡേൺ, നമുക്ക് ഇന്നൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്ത, അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, ടെലിവിഷൻ ഇല്ല, അങ്ങനത്തെ ഒരു കാലത്ത് ഈ കൊച്ചു തിരുവനന്തപുരത്തിരുന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ച് അറിയാനായിട്ട് അവിടെ നിന്ന് ആൾക്കാരെ വിളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ വളരെ ഒരു മോഡേൺ, അദ്ദേഹത്തിൻ്റെ കാലത്തിനൊക്കെ വളരെ മുമ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. ഈവൻ കർണാടക സംഗീതത്തിൽ വയലിൻ, മുത്തുസ്വാമി ദീക്ഷിതരുടെ ബ്രദർ ആണ് വയലിൻ ആദ്യമായിട്ട് ഈ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റിനെ കർണാട്ടിക് മ്യൂസിക്കിൽ കൊണ്ടുവന്നത്. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് വടിവേലു വയലിൻ വായിച്ച് ഇവിടെ കേൾപ്പിച്ചപ്പോൾ മഹാരാജാ സ്വാതി തിരുനാളാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വയലിൻ നമ്മുടെ മ്യൂസിക്കിലേക്ക് ചേർത്തത്. ഇപ്പോൾ ഇന്ന് സാക്സോഫോൺ ഉണ്ട്, മാൻഡോലിൻ ഉണ്ട്. അപ്പോൾ അതിന് പക്ഷേ ഇന്നിപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിലെ എല്ലാ കച്ചേരിക്കും വയലിനാണ് സ്ഥിരം പക്കമേളമായിട്ട് ഉപയോഗിക്കുന്നത്. അത് അന്ന് വീണയൊക്കെ ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരു കാര്യമാണ് മഹാരാജാവ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസ് കാണുമ്പോഴും അതിൻ്റെ ലിറിക്സ് മാത്രം വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തെലുഗു ഉണ്ട്, കന്നഡയുണ്ട്, മലയാളമുണ്ട്, സംസ്കൃതമുണ്ട്. പക്ഷേ ഇത് ഓരോന്നും വായിക്കുമ്പോൾ നമുക്കറിയാം
എത്ര വെറൈറ്റി ഉണ്ടെങ്കിലും ആ സെയിം ഒരു സ്പാർക്ക് എല്ലാ കോമ്പോസിഷൻസിലും കാണാം. സാഹിത്യത്തിൽ അത് പ്രിസർവ്ഡ് ആണ്. പിന്നെ സംഗീതം ഒരു തെറ്റായ രീതിയിൽ കൊടുത്ത ആ സ്പാർക്ക് ഇല്ലാതാക്കാതിരുന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സവിശേഷതകളെ കുറിച്ച് പറയുമ്പോഴും ഹിന്ദുസ്ഥാനി കർണാടക സംഗീത ശാഖകളിൽ വളരെ ഒരേപോലെ പ്രാവീണ്യം നേടിയ ഒരു സംഗീതജ്ഞൻ എങ്കിൽ പോലും സ്വന്തം നാടായ കേരളത്തിൽ അദ്ദേഹത്തിന് അർഹമായ രീതിയിലുള്ള പരിഗണനയും അംഗീകാരവും ലഭിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ലഭിച്ചിട്ടില്ലെന്ന് ആണ് എൻ്റെ അഭിപ്രായം. അത് അഗൈൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പം രാജാ രവിവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം രാജാ രവിവർമ്മയുടെ കൃതികൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു പടം എന്ന് വെച്ചാൽ ആ പടം തന്നെയാണ് കാണുന്നത്. മഹാരാജാവിൻ്റെ ആ കോമ്പോസിഷൻസ് വേണ്ട രീതിയിൽ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലത് ഒഴിച്ച് എത്തിയിരിക്കുന്നത് അതെ ഒന്ന് എത്തിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ കർണാടക സംഗീതം തന്നെ കന്നഡക്കാരും തെലുഗു മനുഷ്യരും മലയാളികളും ഒക്കെ ഉണ്ടെങ്കിലും മദ്രാസാണ് അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ തമിഴ് ബ്രാഹ്മണരുടെ ഇടയിൽ തമിഴനല്ലെങ്കിലും ബ്രാഹ്മണനല്ലെങ്കിലും ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസന്മാരത്തെ ഒരു മനോഭാവം പണ്ട് കുറച്ച് കുറവായിരുന്നു. ഉണ്ട് അത് എത്രയായാലും. അത് പലർക്കും അറിയാമെങ്കിലും ആരും അത് സംസാരിക്കാത്തൊരു കാര്യമാണ്. ഇതപ്പോൾ സ്വാതന്ത്ര്യനാൾ തമിഴനും അല്ലായിരുന്നു ബ്രാഹ്മണനും അല്ലായിരുന്നു. അതാണ് ഒരു കാരണം. പിന്നെ ഈ ശിഷ്യ പരമ്പര ഇല്ലാത്തതാണ് മെയിൻ. ഇപ്പോൾ ത്യാഗരാജസ്വാമി എന്ന് പറയുമ്പോൾ ഞാൻ 4 ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. എൻ്റെ 4 ഗുരുക്കന്മാരുടെയും ഗുരുവിൻ്റെ ഗുരു എന്ന് പറഞ്ഞു പോയാൽ ത്യാഗരാജസ്വാമിയാണ് എത്തുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നിട്ടും. അപ്പം അത്രയ്ക്ക് ത്യാഗരാജസ്വാമിയുടെ നെറ്റ്വർക്ക് സൗത്ത് ഇന്ത്യ മുഴുവനും പടർന്നു. ഏകദേശം അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ത്യാഗരാജസ്വാമിയുടെ ഒപ്പ് തിന്ന് ജീവിക്കുന്നവരാണെന്ന് പറയാം. അങ്ങനെ അപ്പോൾ മഹാരാജാവിന് അതുമാതിരി അത്രയും ആയസും ഇല്ലായിരുന്നു. വേറെ ഒരുപാട് അപ്പോൾ ത്യാഗരാജസ്വാമി കാവേരിയുടെ സൈഡിൽ ഒരു ആശ്രമത്തിൽ ജീവിച്ച് ഭക്തനായിട്ട് ശ്രീരാമനെക്കുറിച്ച് പാടിക്കൊണ്ട് കഴിഞ്ഞ ഒരു മനുഷ്യൻ. അപ്പോൾ ആ സിറ്റുവേഷൻ അല്ലായിരുന്നു മഹാരാജാവിന്. അപ്പോൾ മഹാരാജാവിന് ശിഷ്യപരമ്പരയില്ലാത്തതാണ് ഒരു മെയിൻ കാരണം. പിന്നെ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള അതെപ്പോഴും ഉണ്ട്. ഇനി നാളെ ഏതെങ്കിലും ഒരു സായിപ്പ് വന്ന് സ്വാതന്ത്ര്യനാളിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് അയാളൊരു ഫിലിം ഉണ്ടാക്കി അത് വലിയ വെസ്റ്റേൺ വേൾഡിൽ ഫേമസ് ആവുകയാണെങ്കിലും ഇവിടെ അത് പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാർ കാണും. കാന്തനോടു ചെന്നുമെല്ലെ കിളിമൊഴി ശുചമികവദ കാന്തനോടു ചെന്നുമെല്ലെ കിളിമൊഴി ശുചമികവദ കാന്തനോടു ചെന്നുമെല്ലെ. കൊല്ലവർഷം 1004 ആണ്ട് മേടമാസം 10-ാം തീയതി പുലർച്ചെ തിരുവിതാംകൂറിൽ മുഴങ്ങിയ വിളംബരം ജനങ്ങളെ അത്യധികം ആഹ്ലാദചിത്തരാക്കി. 14 വർഷത്തെ പാർവതീഭായിയുടെ ഭരണശേഷമായിരുന്നു ഗർഭശ്രീമാൻ ചെങ്കോലെടുത്തത്. അദ്ദേഹത്തിന്റെ അധികാരലബ്ധിയിൽ കലാകാരന്മാരും കവികളും എന്തെന്നില്ലാതെ ആഹ്ലാദിച്ചു. അക്ഷരാർത്ഥത്തിൽ രാജസദസ് സംഗീതസാഗരത്തിൽ ആറാടി. സംഭവബഹുലവും സമ്പന്നവുമായിരുന്നു സ്വാതി തിരുനാളിന്റെ ഭരണകാലം. പ്രജകൾക്ക് തുല്യനീതി ലഭിക്കുവാൻ അദ്ദേഹം സദാ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് തലയുയർത്തി നിൽക്കുന്ന പല സ്ഥാപനങ്ങളും ഇദ്ദേഹത്തിന്റെ കാലത്ത് സ്ഥാപിച്ചതാണ്. നക്ഷത്ര നിരീക്ഷണശാല, കരമനയാറ്റിലെ പനാഞ്ചി നാട്ടിലെ കോരയാർ അണക്കെട്ട് എന്നിവ ഇവയിൽ ചിലത് മാത്രം. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങി. ഗവൺമെന്റ് പ്രസ്, മ്യൂസിയം, ഹസ്തലിഖിത ഗ്രന്ഥശാല എന്നിവ അദ്ദേഹത്തിന്റെ കാലത്താണ് ആരംഭിച്ചത്. മുൻസിഫ് കോടതി സ്ഥാപിക്കുകയും നീതിന്യായ വകുപ്പ് പരിഷ്കരിക്കുകയും ചെയ്തു. സാഹിത്യത്തോടും കലകളോടും അഗാധമായ ബന്ധം പുലർത്തിയിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ഭരണകാര്യങ്ങളിലും ഏറെ തൽപരനായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന പല സൗധങ്ങളും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്. നീതിന്യായ വ്യവസ്ഥ പരിഷ്കരിക്കുക, ഭൂനികുതി നിർണ്ണയിക്കുക എന്നിങ്ങനെ സുപ്രധാനങ്ങളായ പല ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായി. തിരുവനന്തപുരത്തെ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ നമുക്കറിയുന്നതിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ശ്രീ പ്രതാപ് കിഴക്കേമഠം നമ്മോട് സംസാരിക്കും. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ പരമ്പരയിലെ ഏത് കണ്ണിയിൽ പെടുന്നു സാർ? ഏത് അറ്റത്തെ കണ്ണിലാണ്? അതങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്
ഒന്നാമതായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സഹോദരിയുടെ മകനാണ് വിശാഖം തിരുനാൾ മഹാരാജാവ്. സ്വാതിക്ക് ശേഷം ഉത്തരത്തിന് ശേഷം ആയില്യത്തിന് ശേഷം വിശാഖം എന്നിങ്ങനെയാണല്ലോ. ആ വിശാഖം തിരുനാളിൻ്റെ ചിത്രമാണ് ഇത് ഈ കാണുന്നത്. എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഇതാണ്. ചരിത്ര ഗവേഷകനായിരുന്നു, കിഴക്കേമഠം ഗോവിന്ദനായിരുന്നു പറയും. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് പത്മനാഭൻ തമ്പി എന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീനാരായണൻ തമ്പി. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് വിശാഖം തിരുനാൾ വിശാഖം. മഹാരാജാവിൻ്റെ സംഭാവനകളായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒട്ടേറെ കെട്ടിട സമുച്ചയങ്ങളും കൊട്ടാരങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതുമായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയാം. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒടുവിൽ നാട് നീങ്ങിയതും എല്ലാം തന്നെ ഈ കോട്ടയ്ക്കകത്തെ രാജധാനിയിലായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഇന്ന് തേവാരത്ത് കോയിക്കൽ കൊട്ടാരം എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അത് സ്വാതി മാത്രമല്ല, സ്വാതിക്ക് ശേഷവും അതിനു മുമ്പേയുള്ള ഇതിന് ശേഷം വന്ന ചിത്രയിരുന്നാൾ വരെയുള്ള മഹാരാജാക്കന്മാർ ജനിച്ചത് തേവാരത്ത് കോയിക്കൽ കൊട്ടാരത്തിലാണ്. അതിപ്പോൾ കല്യാണ മണ്ഡപമായി മാറി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉപനയനം എന്ന് പറയുന്നത് കരിപ്പ് കോയിക്കൽ എന്ന് പറയുന്ന ഒരു കൊട്ടാരം, അതും ഒരു കല്യാണ മണ്ഡപമായി മാറി. ആ കൊട്ടാരം ഒന്നും ഇല്ല, അവിടെ നിന്ന് മറ്റൊരു കല്യാണ മണ്ഡപമാണ്. പിന്നെ അദ്ദേഹം വളർന്നത് ഏത് കൊട്ടാരത്തിലെന്ന് വ്യക്തമായി പറയാൻ പറ്റുന്നില്ല. എന്നാലും വലിയ കൊട്ടാരം കോംപ്ലക്സ് എന്ന് പറയുന്ന അന്ന് ഈ കാണുന്ന അനന്തവിലാസം, രംഗവിലാസം തുടങ്ങിയ പുതിയ കൊട്ടാരങ്ങളൊന്നും അന്നില്ലായിരുന്നു. അതൊക്കെ ഓരോ രാജാക്കന്മാരും ഓരോരോ രാജകൊട്ടാരങ്ങൾ ആയിരുന്നല്ലോ താമസം. ഒരു രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ മറ്റൊരു രാജാവ് താമസിക്കാറില്ല. അപ്പം വലിയ കൊട്ടാരം കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കുതിരമാളികയിരിക്കുന്ന ആ ഒരു പോർഷനാണ്. പിന്നെ 1840 ഈ കുതിരമാളിക അദ്ദേഹം തഞ്ചാവൂരിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള വാസ്തുശില്പ വിദഗ്ധന്മാരുടെ നേതൃത്വത്തിലാണ് അത് ഈ കൊട്ടാരം പണി തുടങ്ങിയത്. ആ കൊട്ടാരം പണി പൂർത്തിയാക്കാനായിട്ട് 6 വർഷം വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. 6 വർഷം. 1840 തുടങ്ങി 1846 ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു 2 മാസം മാത്രമേ അവിടെ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. 18 വയസ്സിൽ വിവാഹം കഴിച്ചതിന് ശേഷം സുഗന്ധവല്ലി എന്ന നർത്തകി രണ്ടാമത് വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഈ തഞ്ചാവൂർ നർത്തകിമാരെ ദാസിമാരായിട്ടോ വേറെ രീതിയിലും എല്ലാം കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ സത്യസ്ഥിതി? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയുള്ള നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത് ഒന്നും തന്നെ ശരിയായിട്ടുള്ളതല്ല. ഈ കേട്ടറിയുക എന്ന് പറയുന്നത് അത് ഈ സാഹിത്യത്തിൽ നിന്നും സിനിമയിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ നാടകത്തിൽ നിന്നുമൊക്കെ ഉള്ള ഇതാണല്ലോ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ചരിത്ര സത്യങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം 3 വിവാഹം ചെയ്തു. ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് കൊല്ലത്ത് പരവൂറിൽ തമ്പച്ചം വീടെന്ന് പറയുന്ന വീട്ടിലെ ആയിക്കുട്ടി നാരായണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തിരുവട്ടാർ അമ്മ വീട്ടിലേക്ക് ദത്തെടുപ്പിച്ചാണ് വിവാഹം ചെയ്തത്. അപ്പോൾ ഏതൊരു നല്ല കുടുംബത്തിൽ നിന്ന് സ്ത്രീകളെ രാജാക്കന്മാർ വിവാഹം ചെയ്യുന്നപ്പോൾ അവരെ അമ്മ വീട്ടിലേക്ക് ദത്തെടുപ്പിച്ചിട്ടാണ് പേര് മാറ്റും. അതോടൊപ്പം തന്നെ പേര് മാറുകയാണ്. അപ്പോൾ അവിടെ അവർക്ക് പിള്ളസ്ഥാനമോ മറ്റോ നായർ സ്ഥാനമോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഈ അമ്മ വീട്ടിലേക്ക് ദത്തെടുപ്പിച്ചതിന് ശേഷം പിന്നെ അവരെ തങ്കച്ചിയും തമ്പിമാരുമായിട്ട് പിന്നീട് മാറ്റുകയാണ്. അങ്ങനെ തിരുവട്ടാർ അമ്മ വീട്ടിലേക്ക് ഈ ആയിക്കുട്ടി നാരായണി എന്ന് പറയുന്ന സ്ത്രീയെ നാരായണപ്പിള്ളി തങ്കച്ചിന്ന് പിന്നീട് ആയി. അങ്ങനെ അവരെ ഈ തിരുവട്ടാർ അമ്മ ദത്തെടുപ്പിച്ചതിന് ശേഷമാണ് മഹാരാജാവ് ആദ്യം വിവാഹം ചെയ്യുന്നത്, സ്വാതി തിരുനാൾ മഹാരാജാവ്. അതിൽ 3 കുട്ടികളുണ്ടായി എന്ന് പറയുന്നു. അത് ആദ്യത്തെ മകൻ്റെ പേര് അനന്തപത്മനാഭൻ തമ്പി എന്നായിരുന്നു. 4 വയസ്സിലോ മറ്റോ മരിച്ചു എന്നാണ് ഇത്. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ആൺകുട്ടിയും ജനിച്ചു എന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ അതിന് രേഖകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ 3ാമത്തെ പ്രസവത്തിലാണ് ഈ ആയിക്കുട്ടി നാരായണി എന്ന് പറയുന്ന നാരായണപിള്ള തങ്കച്ചി മരിക്കുന്നത്. അത് കഴിഞ്ഞാണ് പാൽക്കുളങ്ങര കല്ലമ്പള്ളി വീട്ടിൽ നിന്നും വിവാഹം ചെയ്യുന്നത്, 2ാമത്തെ വിവാഹം. അത് ഈ അനന്തപത്മനാഭൻ തമ്പിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മയായ നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ അമ്മയുടെ അനുജത്തിയാണല്ലോ ജീവിച്ചിരിക്കുന്നത്. ആ അനുജത്തിയുടെ നിർബന്ധപ്രകാരമാണ് ഈ 2ാമത് വിവാഹം ചെയ്യുന്നത്. അതും മരിച്ചതിന് ശേഷമാണ് ഈ സുഗന്ധവല്ലി എന്നൊക്കെ നാടകത്തിൽ മറ്റും പറയുന്നത്. യഥാർത്ഥ പേര് സുഗന്ധ പാർവതി എന്നും സുന്ദരലക്ഷ്മി എന്നുമാണ്. സുഗന്ധ പാർവതി ചേച്ചിയും അനുജത്തി സുന്ദരലക്ഷ്മിയുമാണ്. അപ്പോൾ അനുജത്തി സുന്ദരലക്ഷ്മിയാണ് ഇദ്ദേഹം 3ാമത് വിവാഹം ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ അവർ ദാസിമാരല്ല. അവർ മുതലിയാർ വംശത്തിൽപ്പെട്ട ആൾക്കാരാണ്.
മുതലിയാർ വംശം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പ്രബലമായിട്ടുള്ള ഒരു സമുദായമാണ്. അദ്ദേഹത്തിന് ഇത്രത്തോളം ആത്മസംഘർഷം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെന്നല്ല, വേറൊന്നുമല്ല, പിണക്കവും കാര്യം അങ്ങനെയൊന്നുമല്ല. ആദ്യ ഭാര്യയുടെ മരണം, രണ്ടാമത്തെ ഭാര്യയുടെ മരണം, 3 മക്കളുടെ മരണം, ഇതൊക്കെ വളരെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ, അതും ചെറുപ്രായത്തിൽ അധിക നാൾ ജീവിക്കാൻ കഴിയാത്ത ഒരു ദാമ്പത്യ ജീവിതം അധിക നാൾ പോയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഈ ദുഃഖവും കാര്യവും കൊണ്ടാണ് അദ്ദേഹം അവസാന നാളിൽ എന്താ പറയണ്ടേ, ഈ അൽഷിമേഴ്സ് പോലെയുള്ള ഒരു മറവി രോഗം പോലെയാണെന്നാണ് പറയുന്നത്. അതെ, ഒരു ഉന്മാദാവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ കൊട്ടാരത്തിലൂടെ, ഈ കുതിരമാളിക ഈ കൊട്ടാരത്തിലൂടെ നടക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനൊന്നും രേഖകളൊന്നുമില്ല. കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും താവളമായി മാറി സ്വാതി തിരുനാളിന്റെ കൊട്ടാരക്കെട്ടുകൾ. പാലക്കാട്ട് പരമേശ്വര ഭാഗവതർ, ത്യാഗരാജ ശിഷ്യനായ കണ്ണയ്യ ഭാഗവതർ, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു എന്നിവർ ആ സദസ്സിനെ ദീപ്തമാക്കി. സംസ്കൃതം, മലയാളം, ഹിന്ദുസ്ഥാനി, തെലുങ്ക് എന്നീ ഭാഷകളിൽ സ്വാതി തിരുനാൾ കൃതികൾ രചിച്ചു. അപൂർവ രാഗങ്ങളായ സൈന്ധവ ഗോപിക വസന്തം, ലളിത പഞ്ചമം, വിദാസ് എന്നിവ കൃതികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നവരാത്രി ദിനങ്ങളിൽ വലിയ കൊട്ടാരത്തിൽ ശ്രീ സരസ്വതിയുടെ മുൻപിൽ പാടാനായി സംവിധാനം ചെയ്തിട്ടുള്ള നവരാത്രി കീർത്തനങ്ങൾ സ്വാതിയുടെ മഹത്തായ സംഭാവനയാണ്. സ്വാതിക്കെതിരെ ഒട്ടേറെ ഉപജാപങ്ങളുണ്ടായി. റെസിഡന്റ് കലന്റെ വലങ്കയും ദിവാൻ പദമോഹിയുമായിരുന്ന ഒരു കൃഷ്ണരായിരുന്നു ഉപജാപങ്ങൾക്ക് പിന്നിൽ. വർദ്ധിച്ചുവരുന്ന ബ്രിട്ടീഷ് മേൽക്കോയ്മ, ദിവാൻമാരുടെ സ്ഥാനചലനങ്ങൾ, ചില സുഹൃത്തുക്കളുടെ മരണം, കിംവദന്തികൾ. സ്വാതിയുടെ അവസാന നാളുകൾ അസ്വസ്ഥമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം പത്മനാഭ ദർശനത്തിനായി കെട്ടിയ കുതിരമാളികയിലായിരുന്നു അന്ത്യനാളുകൾ. 1846 ആണ്ട് മഹാനായ സ്വാതി തിരുനാൾ നാടുനീങ്ങി. ഭൂതകാലവും ഭാവികാലവും തമ്മിലുള്ള നിലയ്ക്കാത്ത സംഭാഷണമാണല്ലോ ചരിത്രം. സ്വാതി തിരുനാളിനെ പോലൊരു മഹാന്റെ, ഭരണതന്ത്രജ്ഞന്റെ, തികഞ്ഞ കലാകാരന്റെ ഇന്നലകളിലൂടെ കടന്നുപോയപ്പോൾ തിരുവിതാംകൂറിന്റെ ചരിത്രം നാം ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വർത്തമാനകാല ജീവിതത്തിന്റെ ഈ പരക്കം പാച്ചിലിനിടയിൽ പോയ കാലത്തിന്റെ നന്മകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. നമസ്കാരം.